ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ടോമിന് ഈ ഒരു ചാൻസ് കൊടുത്ത് പാവം പയ്യല്ലേ രക്ഷപ്പെട്ട് പോട്ടെന്ന് വിചാരിച്ചു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, പുള്ളിക്കാരൻ അവിടെ ആർക്കും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഒരു ചേഞ്ച് വരുത്തിയാലെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അല്ല സാർ, അപ്പൊ ഇനിയിപ്പോ എന്താണ് സജഷൻ? ഇവിടെ ആരെ വെക്കാനാണ്? തനിക്കാവുന്നുണ്ടോ? കുഴപ്പമുണ്ടോ? ഞാനോ സാർ? അല്ല, ഞാനെങ്ങനെ സാർ പെട്ടെന്ന്? അല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടിന്റെ അല്ല, അതല്ല. പിന്നെ ഫസ്റ്റ് ടൈം കാര്യം ഇത്ര ഡേയ്സ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പൊ തന്നെ സന്തോഷം കൊണ്ട് കണ്ടാക്കി ഇല്ല, അങ്ങനെ ഇല്ല. അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഉറപ്പായിട്ടില്ല. അപ്പൊ അമ്മയാണ് നമ്മുടെ പുതിയ പ്രോജക്റ്റിന്റെ ടീം. ആണോ? താങ്ക് യു സാർ. പക്ഷെ സാറ്, ഞാൻ ടീം ലീഡറായിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അഭിപ്രായ വ്യത്യാസം ഉള്ളവർക്ക് എൻ്റെ അടുത്തൊന്ന് പറയാൻ പറഞ്ഞു. MD ഞാനാണല്ലോ, തീരുമാനിക്കുന്നപ്പോ ഞാനല്ലേ. അതെ അതെ, ഇവിടുത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അത് ഞാൻ നോക്കിക്കോളാം. അതാണ്. താൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ് സാർ, ഞാൻ ഓക്കെയാണ്. അല്ല പിന്നെ സാർ, ഇതിപ്പം ഈ ഓൾറെഡി ഇത് സക്സസ് ആയിരുന്നല്ലോ ടോമിന്റെ ലീഡർഷിപ്പിൽ. അപ്പം ഇനി ഹെഡ് ഓഫീസിനൊക്കെ എന്തായിരിക്കും പറയാ? അവർ ഓക്കെ ആയിരിക്കും? അല്ല, ഹെഡ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല, ഹെഡ് ഓഫീസിൽ നിന്നാണല്ലോ ഇതിങ്ങനെ സജഷൻ വന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നം വരൂല. പിന്നെ ഈ കഴിഞ്ഞ പ്രോജക്റ്റ് അതുപോലെ സക്സസ് ഒന്നും അല്ലായിരുന്നു. അല്ല, സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ടോമിന് അന്ന് കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുത്തില്ലേ? എല്ലാവരുടെ മുമ്പ് പറഞ്ഞോന്നുള്ളൂ ശരിക്കും. കാരണം കമ്പനിയുടെ പേര് പോകാതിരിക്കാണ്ട് ഞാൻ ചെയ്തോളൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തമ്മിലടി വരെ നടന്നിട്ടുണ്ട്. അതൊക്കെ അറിയണമെന്നുണ്ടോ? അയ്യോ, എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയാമോ? അതൊക്കെ ഈ TLന്റെ കൂടെ ഉത്തരവാദിത്തമായിരുന്നു മര്യാദയ്ക്ക് പ്രോജക്റ്റ് നടത്തിക്കുക എന്നുള്ളത്. അവിടെ കംപ്ലീറ്റ് ഫെയിലിയർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റീന ഉണ്ടായിരുന്നത് മാത്രമാണ് ആ പ്രോജക്റ്റ് മര്യാദയ്ക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ അത് ക്രിസ്റ്റീന പോയ ശേഷമാണ് പ്രസന്റേഷൻ ചെയ്തത്. ക്രിസ്റ്റീന അല്ല സാർ, ക്രിസ്റ്റീന പോയതിനു ശേഷമാണ് പ്രോജക്റ്റ് പ്രസന്റ് ചെയ്തത്. അതെ അതെ അതെ, ഉണ്ടായിരുന്ന പോലെ പറയാൻ. അതെന്ന് വെച്ചാല് ക്രിസ്റ്റീന, ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്റ്റീന പോകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രസന്റേഷനെ കുറിച്ച് പോയിന്റ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ആ പ്രസന്റേഷന്. സംശയഗതിയൊന്നല്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ന്യൂ ടീം ലീഡ്. താങ്ക് യു. ഓക്കെ. അപ്പൊ സാർ, എനിക്ക് ഈ TL മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ, അല്ലാതെ ഇനിയിപ്പം ടോട്ടൽ ഗ്രൂപ്പ് മാറുവാണോ? ഇല്ല, TL മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ടോമും ജെസ്സിയും അമ്മയുടെ അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ജെസ്സി എന്റെ അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഹാപ്പിയല്ലേ? ഓ, ഉറപ്പായിട്ടും. പ്രതികാരം ചെയ്യാനൊരു ചാൻസ് കിട്ടിയില്ല. അല്ല സാർ, അല്ല എനിക്കൊരു ഡൗട്ട്. എന്റെ കാര്യം ഓക്കെ, പക്ഷെ സാറിന് എന്താണ് ഇത്ര ഇതില് ഒരു സന്തോഷം ജെസ്സിയോട് പ്രതികാരം ചെയ്യാൻ? അങ്ങനെ സന്തോഷമല്ല, എനിക്ക് വർക്ക് നന്നാവണം, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കെന്തോന്നു പേഴ്സണലായിട്ട്. അല്ല, നിങ്ങൾ റിലേഷനിലാണ്, ഇനിയിപ്പോ നാളെ കല്യാണം കഴിക്കാൻ പോവല്ലേ. അപ്പൊ പിന്നെ സാർ ഇങ്ങനെ ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല, അതുകൊണ്ടാണ്. കല്യാണം കഴിക്കണം. ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഞാൻ കൂട്ടി കുഴക്കാറില്ല. ആണോ? അതുകൊണ്ട് അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ശരി സാർ, ഓക്കെ. അപ്പൊ സാർ ഇന്ന് പോലെ നാളെ പോലെ കയറാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സാർ. താങ്ക് യു.